നമസ്കാരം. പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്താവിലാസം SVNSS UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും അതോടൊപ്പം വിദ്യാർത്ഥികൾക്കായി പുസ്തക ആസ്വാദനം, അക്ഷരശ്ലോകം എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലാസും നടന്നു. പരിപാടിയിൽ PTA പ്രസിഡന്റ് ശ്രീ രാഹുൽ വി, പ്രഥമാധ്യാപകൻ ശ്രീ B രാജീവ്, മറ്റധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാരംഗം കലാവേദിയുടെ ഉദ്ഘാടനം കവയിത്രിയും JMHSS ശാസ്താംകോട്ടയിലെ മുൻ അധ്യാപികയുമായിരുന്ന ശ്രീമതി ശ്രീകല S നിർവഹിച്ചു. തുടർന്ന് ക്ലാസുകളും ശ്രീമതി ശ്രീകല നയിച്ചു. വീടിനെ പറ്റിയുള്ളത് നമ്മൾ വീടൊക്കെ അടച്ചുകൂട്ടി ഇറങ്ങിപ്പോയി കഴിയുമ്പോ നമ്മൾ വീടിന് ഒരു മനസ്സുണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിങ്ങനെയാണ്. ഒറ്റയ്ക്കായി ഒന്നല്ലൊരു വിളി ആദിവെളുത്തതിനാമ്പങ്ങൾ, ഒറ്റയ്ക്കായി ഒന്നല്ലൊരു വിളി ആദിവെളുത്തതിനാമ്പങ്ങൾ, വെയിലും ചൂടും പൊള്ളിയടത്തിയ മാമ്പൂത്തവകാലം വെന്തുരുകിക്കൊണ്ടെല്ലായിടവും മാനവബന്ധം തേടുമ്പോൾ പള്ളികൾ തൊഴിലും തിന്നായിലൊരു തരി പോലും കൂറകൾ പാടി നടന്നു ഭിത്തിയിൽ നെയ്തു മറിച്ചു ചിലന്തികളും പള്ളികൾ തൊഴിലും തിന്നായിലൊരു തരി പോലും കൂറകൾ പാടി നടന്നു ഭിത്തിയിൽ നെയ്തു മറിച്ചു ചിലന്തികളും കാറ്റു വിളിച്ചു പാതിൽ പാളിയിൽ പല ഉരുകൊട്ടി കാതോർത്തു, കാറ്റു വിളിച്ചു പാതിൽ പാളിയിൽ പല ഉരുകൊട്ടി കാതോർത്തു, വേലിനു വെള്ളം കിട്ടാതെന്നും വള്ളികൾ പാടിക്കളരുമ്പോൾ പാതിയിൽ വിളവിൽ വന്നറിയിച്ചു വിളവിൽ വെളുത്ത കരം നീക്കി ഉമ്മറമാകെ കിളികൾ വന്നു പുലരികൾ പൂക്കെതിനന്തോറും, ഉമ്മറമാകെ കിളികൾ വന്നു പുലരികൾ പൂക്കെതിനന്തോറും, പലരുമൊന്നു വഹിക്കാൻ വെറുതെ ചാഞ്ഞു കഴിഞ്ഞു തിരച്ചിടാൻ എവിടെ പോയി വീട്ടുടമസ്ഥൻ ഓലഞ്ഞാലികൾ തെറുതിച്ചു, എവിടെ പോയി വീട്ടുടമസ്ഥൻ ഓലഞ്ഞാലികൾ തെറുതിച്ചു, തീകൂട്ടാത്തവരും കലവിലയില്ല കലവറയും ചായച്ചൂടായും തിരിയാപ്പങ്കയും തെളിയാതീകവും നിശ്ചലമാകുന്നു ഞാൻ കഴിയും വീടിൻ വേവുകളാറിയാം. ഇത് തന്നെയാണ് പ്രധാന ഓഫീസും. വളരെ വലുത്, പ്രകാശമുള്ളത്, സാധനങ്ങൾ നിറച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഓഫീസ് ട്രെയിലറും മിസ്റ്റർ വാൻഡനും അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ട്രെയിലർ മാത്രമേ ഉള്ളൂ. ട്രെയിലറുടെ ഓഫീസിലെത്താൻ ഒരു ഇടനാഴിയുണ്ട്. പക്ഷേ അകത്തു നിന്ന് തുറക്കാവുന്ന ഒരു കണ്ണാടി വാതിലിലൂടെ വേണം അവിടെ എത്തിച്ചേരാൻ. അവിടെ നിന്നും ഏതാണ്ട് 4 ചവിട്ടുപടി ഉയരത്തിലുള്ള ഇടനാഴിയിലൂടെ പോയാൽ മുഴുവൻ കെട്ടിടത്തിലോ പൊതുവായി ഉള്ള ഷോറൂമിൽ എത്തിച്ചേരാം. കൊണ്ടോട് പൂക്കും കുസുമതയിലേക്കുന്ന പൂന്തേ കുഴമ്പേ കുമ്പിടുന്നേ കടലിന കലയാധീശ്വരി വിശ്വനാഥേ. ഏതായിരുന്നു മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം? ഏതാ? ചായിൽ തുടങ്ങുന്ന അടുത്ത ശ്ലോകം ആരെന്നെ? ചേരത്തുള്ളൊരു പുൽത്തൊഴുത്തിലൈപ്പാട്ടിനു കൂട്ടാൻ പഴം ചേരക്കീറു കിടക്കയായി വരുവും പിന്നിന്റെ പൊന്നോമനെ
കാലച്ചുറ്റിരുഴന്നിട്ടും ധരയെ നിൻ മന്ദസ്മിതത്തെ കുഴമ്പാലെ കൽവശമാകെ നീക്കിയുലകി ഉള്ളം കുളിർപ്പിക്കണേ. മൂന്നാമത്തത് ഏതക്ഷരത്തിലെ തുടങ്ങിയത് ശ്രദ്ധിച്ചു ആരെങ്കിലും? കാലച്ചുറ്റിയുഴന്നിടും ധരയെ നിൻ മന്ദസ്മിതത്തെ കുഴമ്പാലെ കൽമഷമാക്കി നീക്കിയുലകിലുള്ളം കുളിർപ്പിക്കണേ. നിരാഗവേഷം അതിജോതണിഞ്ഞ് കിരീടം ദർപ്പമൊഴിഞ്ഞൊരിശൻ മരിക്കുവോളം അമൃത്തിൽ ദർപ്പം സ്ഫുരിച്ചിടുവാൻ തുണയേകിടേണം. ഇതിന്റെ മൂന്നാമത്തെ അക്ഷരം ശ്രദ്ധിച്ചാറുണ്ട്. മായല്ലേ? മരിക്കുവോളം. അടുത്ത് തുടങ്ങി. മരങ്ങൾ താഴുന്നു പരാഗമത്തിനാൽ പരം നമിക്കുന്നു ഘനം നവാങ്ങുവാൻ സമൃദ്ധിയാൽ സജ്ജനമൂറ്റമാകിന പരോപകാരിക്കു താൻ സ്വഭാവമാം. അടുത്ത് പറഞ്ഞ സേവിക്കൂ ഗുരുവേ. സേവിക്കൂ ഗുരുഭൂതരെ പ്രിയസഖിക്കൊപ്പം സബർനീജനം മേരിക്കോർവശം തകർന്നീടൊരാ കാന്തൻ കയത്തീരിലും പാപം മറ്റു തുണയ്ക്കൃത്യനേ ഭാഗ്യത്തിൽ ദർജിച്ചിടാം ഏവം നാരികൾ നല്ല നാരികളരാം വംശാഹിയേവാമ. തിരുവുള്ളമെങ്ങു കുറവില്ല നമ്മിലെന്ന് ഒരു കണ്ണുകൊണ്ടു എളിയാതണിക്കലും പരസൃഷ്ടരന്ധ്രം അത് നോക്കി നിൽക്കണം നരപാലകന്നു ചെവി കണ്ണു നിർണയം. കണ്ടു നീണ്ട സൂചി കൊണ്ടൊരു മൃഗം മുഖത്തിൽ മുറിവേറ്റതാൽ കണ്ടു നീ വിടവിലോകണത്തിലുടലോടലെന്ന തടവീതയോ ചേർത്തു മുഷ്ടിയിലെടുത്തു ചാമനെ നൽകിയ കൊടുകടത്തിയൊരു പുത്രനവനാണല്ലോ വഴിവിടാതെ കണ്ടു തുടരുന്നത്. ഒരു കുട്ടി ഒരക്ഷരത്തിന്റെ ഒരു 3 ശ്ലോകമെങ്കിലും മുന്നേ പഠിച്ചു വെക്കും. ഒരക്ഷരത്തിൽ തുടങ്ങുന്ന ആയി തുടങ്ങുന്ന ഒരു 3 ശ്ലോകമെങ്കിലും മിനിമം നല്ല കൂടുതലാവും. പല വാക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഇല്ലാതെ വരും. അപ്പൊ ധാരാളം ശ്ലോകങ്ങൾ പഠിച്ചു വെക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ധാരാളം പലവട്ടം ആവർത്തിച്ച് ചൊല്ലി പഠിച്ച് അക്ഷരത്തെറ്റുകൾ ഒഴിവാക്കണം. ശരിയായ ഉച്ചാരണം എടുക്കണം. താളം ഒരുവിധം എല്ലാവരും ഒരുവിധം നല്ല താളത്തിൽ തന്നെയാണ്. എല്ലാവരും മിടുക്കരാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്യണം? കുറെ ശ്ലോകങ്ങൾ ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ മതി. അക്ഷര ശ്ലോകത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ അതിനൊരെണ്ണം വാങ്ങിക്കൊടുത്ത് സമയം കിട്ടുന്ന ടീച്ചർമാരുടെ ചേർന്നിരുന്നവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്താൽ നമ്മുടെ സ്കൂളിന്റെ ഒരു അക്ഷര ശ്ലോക സദസ്സ് അവതരിപ്പിക്കാൻ പ്രാപ്തരായ കുട്ടികൾ തന്നെയാണ്. പൊതുപരിപാടികളൊക്കെ ഇതൊന്ന് അവതരിപ്പിച്ച് കൈയ്യടി നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഒരു കുട്ടിയെ മാത്രമേ മത്സരങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. അതിലൊരു കുട്ടിയെ പറ്റും. അത് ഇവരിൽ മികച്ച ഒരാൾ മത്സരത്തിന് പോട്ടെ, നല്ലൊരു ടീം നമ്മുടെ കയ്യിൽ ഉണ്ടാകുക. ഈ പാൻമേളമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന പോലെ ഇങ്ങനൊരു ടീം നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും അഭിമാനപൂർവ്വം നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഒന്നാണ്. നമ്മുടെ സ്കൂളിന് ഇത്തരം ഒരു ക്ലബ് ഉണ്ടാകട്ടെ, അതിന് ഒരുപാട് കീർത്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.